പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയുടെ ഒരു മധ്യഭാഗം എത്തുമ്പോൾ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു വാഗ്ദാനമാണിത്. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. കർത്താവ് ഒരുക്കിയെടുക്കുന്ന ഒരു ജനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനം, കർത്താവ് ഒരുക്കിയെടുത്തൊരു ജനം, ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ. ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ജനം. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഷ്ടസൗഭാഗ്യങ്ങളാണ്. സുവിശേഷങ്ങൾക്കുള്ളിൽ സുവിശേഷം എന്നൊക്കെ പറയുന്ന വിധത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ, ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങൾ എവിടെയാണെന്ന്, എങ്ങനെയാണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സുവിശേഷ ഭാഗം. ഗാന്ധിജിയുടെയൊക്കെ ജീവിതത്തെ തന്നെ മാറ്റിയ, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിയെടുത്ത വചനഭാഗമാണിത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അഷ്ടസൗഭാഗ്യങ്ങൾ വായിച്ച് എത്രയോ പേര് ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക്, ശരിയായിട്ടുള്ള സൗഭാഗ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നറിയാമോ? എല്ലാറ്റിനും കാരണം ഇതാണ്, ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ. ഒരു പാസ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ വായിക്കായിരുന്നു. എല്ലാ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മനുഷ്യരൊക്കെ, പ്രിയപ്പെട്ടവരൊക്കെ തന്നെ പറയണേ, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ചെന്ന് ഇത്ര തീക്ഷ്ണമായിട്ട് കർത്താവിനെ കുറിച്ച് പറയണേ? അതുകൊണ്ടല്ലേ അവർ നമ്മളെ കൊല്ലാൻ വരണേ? അതുകൊണ്ടല്ലേ അവർ നമ്മളുടെ വീടുകൾ ആക്രമിക്കുന്നത്? അതുകൊണ്ടല്ലേ അവർ നമ്മളെ നശിപ്പിക്കാനായിട്ട് ഗൂഢാലോചന നടത്തണേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തുകളിൽ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഇതെല്ലാം ഐ ഡു ഇറ്റ് ഫോർ മൈ മാസ്റ്റേഴ്സ് സേക്ക്. ഞാനിതെൻ്റെ ഗുരുവിന് വേണ്ടി ചെയ്യാണ്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യാണ്. വചനം എന്ന് പറയുന്ന കാര്യം ഇതാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും ചെയ്യുമ്പോൾ, വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഈ പറയുന്ന പ്രതിഫലങ്ങളൊക്കെ കിട്ടുന്നത് സ്വർഗത്തിലാണെന്ന വചനം ഓർമ്മപ്പെടുത്തണേ. ഈ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൻ്റെ നോട്ടത്തിൽ, ഈ ലോകത്തിൻ്റെ നോട്ടത്തിൽ പരാജയമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ സ്വർഗരാജ്യത്തിൽ പ്രതിഫലത്തിന് നമ്മളെ അവകാശികളാക്കുന്ന. കുരിശ് നോക്കണം. കുരിശിൽ കിടക്കുന്ന ഒരാള് ഈ ലോകത്തിന്റെ മുൻപിൽ തോറ്റുപോയ ഒരാളാണ്, പരാജയപ്പെട്ട ഒരാളാണ്. പക്ഷേ നമുക്കറിയാം, അവൻ തിന്മയെ തോൽപ്പിച്ചത്, മരണത്തെ തോൽപ്പിച്ചത് ഈ കുരിശിലൂടെയാണെന്ന്. ഇതേ കാര്യമാണ് പറയണത്. ഈ ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ പരാജയം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പ്രതിഫലത്തിന് നമ്മളെ അർഹരാക്കുന്ന കാര്യമാണ്. കാരണം ഐ ഡു ഇറ്റ് ഫോർ മൈ മാസ്റ്റേഴ്സ് സേക്ക്. എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി, ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോ കുഞ്ഞു കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ കോൺവെന്റിൽ നിന്നൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കൊച്ചു വിശുദ്ധ. ഇങ്ങനെ പലതും ചെയ്യുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഇവള് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള സിസ്റ്റർമാർ ചോദിക്കുന്നത്, എങ്ങനെയാ ഇങ്ങനെ ചിരിക്കാൻ പറ്റണേ? അപ്പോൾ ആള് പറയുന്ന കാര്യം ഇതാണ്, ഞാനിത് ചെയ്യണത് ആരുടെയെങ്കിലും പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാനിത് ചെയ്യണത് ആരെങ്കിലും എന്നെ വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ടല്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഈശോയെ പ്രതിയാ. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഈശോയെ, ഇത് നിന്നെ പ്രതി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യം ചെയ്യാൻ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാനിത് നിന്നെ പ്രതിയാണ് ചെയ്യണേ, നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ മക്കളെ ഇങ്ങനെ സ്നേഹത്തോടു കൂടെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന, അവർ പലതും അനുസരിക്കുന്നില്ല, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ വളർത്താൻ കഷ്ടപ്പെടുക. ആ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുകയാണ്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോയിട്ട് പണിയെടുക്കാം. ഒരു വെയിലത്തൊക്കെ പണിയെടുക്കുന്നവരുണ്ടല്ലോ. ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ. ഈശോ എന്നെ ഏൽപ്പിച്ചിരിക്കണോണ്ടാണ് ചെയ്യണേ. ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്.
ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്. അതാണ് കർത്താവ് പറയണത്. നിന്റെ മധ്യത്തിൽ എളിമയും വിനയവുമുള്ള ഒരു ജനത്തെ ഞാൻ അവശേഷിപ്പിക്കും. അവരൊരിക്കലും തിന്മ ചെയ്യുകയില്ല. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. എൻ്റെ കർത്താവെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, അങ്ങനെ ഈ സൗഭാഗ്യങ്ങൾക്കൊക്കെ അർഹരായി തീരാൻ ഞങ്ങളെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ലോകം പലതും പറയും. ലോകം ഇങ്ങനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. ലോകം നമ്മളെ പിന്നാലെ ഭീഷണിയുമായിട്ട് വരും. ലോകം നമ്മളെ തളർത്താനായിട്ട് നോക്കും. പക്ഷേ ഐ ഡു ഇറ്റ് ഫോർ മൈ മാസ്റ്റേഴ്സ് സേക്ക്. ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേ. എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യണേ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. മറ്റുള്ളവർ പരിഹസിച്ചാലും, മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തിയാലും, മറ്റുള്ളവർ നമ്മളെ അപായപ്പെടുത്താൻ നോക്കിയാലും, നമ്മളുടെ ജീവിതം ഇങ്ങനെ പലതരത്തിൽ തളർന്നു പോകുന്ന വിധത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുള്ളപ്പോഴും നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം സ്വർഗരാജ്യം അവരുടേതാണ്. കാരണം സ്വർഗം നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ആ ഒരു ബോധ്യം കിട്ടുന്ന മനുഷ്യര് പിന്നീട് ഇങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് നിരന്തരം, നമ്മളും ചില സമയത്ത് ഓർക്കാറില്ല, ഇവർക്ക് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വിവേകപൂർവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രയാസങ്ങളില്ലാതെ മാറി നടക്കാമായിരുന്നല്ലോ. പക്ഷെ സ്വർഗത്തിലുള്ള പ്രതിഫലത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ഈ മനുഷ്യര്, സ്വർഗം തങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മനുഷ്യർ, കർത്താവ് തങ്ങളെ നോക്കിക്കൊള്ളുമെന്നുള്ള തങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർക്ക് പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കർത്താവെ, സൗഭാഗ്യങ്ങളൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് കിട്ടിയാൽ പിന്നെ ഈ ലോകത്തിൽ പരാജയമെന്ന് കരുതുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പോലും അങ്ങേക്ക് വേണ്ടി ഏർപ്പെടാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ലെന്നറിയാം. അങ്ങ് ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എളിമയും വിനയവുമുള്ള, അങ്ങേക്കായി ജീവിക്കുന്ന, ആരെയും ഭയപ്പെടാത്ത, അങ്ങയിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യരായി മുന്നോട്ട് പോകാൻ ഞങ്ങളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഫോർ ദ സേക്ക് ഓഫ് മൈ മാസ്റ്റേഴ്സ്, ഫോർ മൈ മാസ്റ്റേഴ്സ് സേക്ക്, എൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ഇനി ജീവിച്ചു തുടങ്ങാം. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലത്തിന് അർഹയാകത്തക്ക വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് ക്രമീകരിച്ചു തുടങ്ങാം, നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തി തുടങ്ങാം. കർത്താവെ, അതിനായി ഞങ്ങളെ ആശീർവദിക്കണമേ. അതിൽ നിന്നുള്ള അനുഗ്രഹം ഞങ്ങൾക്കായി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളെ നോക്കി നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു എന്ന് പറയത്തക്ക വിധത്തില് അങ്ങൊരുക്കിയ ജനതയെ കണക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ, ഈ ഉറക്കത്തിന് മുൻപ് പോലും നമ്മളിങ്ങനെ ആലോചിച്ചെടുക്കുന്ന, പദ്ധതിയിട്ട് വയ്ക്കുന്ന ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് പകരമായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന, പ്രതിഫലം തരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ഓർത്തിട്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.